സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ 13ാം ദിവസമാണ്. കഴിഞ്ഞ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കുറച്ച് സ്ത്രീകൾ മാത്രമുള്ള ഒരു ചെറിയ സമരമായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയ സമരമായി തന്നെ മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീകളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ക്ഷേമത്തിനായി രാപ്പകലില്ലാതെ ഓടി നടന്നവരാണ് ഇപ്പോൾ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഒരു സമരം വിളിക്കുന്നതിന് വേണ്ടി വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടാവുകയാണെന്നാണ് സമരം നയിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത്. എന്താണ് ഈ വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതല്ല, നമ്മൾ സമരത്തിന് വന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചവരുടെ സ്ഥലങ്ങളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ജോലി പോകുമെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് വന്നവരുടെ ലിസ്റ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആരാണ് സമരത്തിൽ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് അവരെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ മുന്നിൽ വില പോകില്ല. കാരണം ഇതൊക്കെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ സമരത്തിന് വന്നത്. കാരണം ഭരിക്കുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ അവരുടെ അനുകൂല സംഘടന സമരത്തിനെതിരായിട്ട് നിൽക്കും. പക്ഷേ അത് അപഹാസ്യമായൊരു കാര്യമാണ്. കാരണം നമ്മളിവിടെ അന്യായമായി ഒന്നും ചോദിച്ചിട്ടില്ല. അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് കൂടി ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. മിനിമം വേതനം നൽകുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ തരിക എന്ന് പറയുന്നത് ഏതൊരാൾക്കും കിട്ടേണ്ടുന്നതല്ലേ? അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ തൊഴിലാളി സമരത്തോടൊപ്പം നിൽക്കുകയാണ് ആ സംഘടന ചെയ്യേണ്ടുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് അവരോട് പറയാനുള്ളത്. ഈ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള കുടിശ്ശികളൊക്കെ തന്നെ സമയബദ്ധമായി പെട്ടെന്ന് കൊടുത്തു തീർക്കുക എന്നുള്ള ന്യായമായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ഈ ഒരു ജോലി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത്, ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ഒരു അർഹമായ തുക കൂടി നൽകണമെന്നുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു സമരം ഇപ്പോൾ 13ാം ദിവസം പിന്നിടുകയാണ്. 13ാം ദിവസം പിന്നിടുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ പിന്തുണയാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജു വി എസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.